Hi, good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, Good Esther, afternoon. Good afternoon, ma'am. prayer ready ആണോ Esther? Good afternoon, ma'am. Prayer. Start ചെയ്തോളൂ. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the seas above. Showers of blessing, showers of blessing we need. Mercy drops round us of falling, but both the showers we plead. Thank you, ma'am. Okay, Esther. നമ്മൾ എന്താണ് പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. അതിൽ ഫാറ്റ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ്? ഫാറ്റ്. ഇനി കാർബോഹൈഡ്രേറ്റ് മുതലല്ലേ ഡിസ്കസ് ചെയ്യാനുള്ളത്? Yes, ma'am. Yes, ma'am. ഓക്കെ, ഫാറ്റ് മെയിൻലി ടു ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു ടു ടൈപ്സ് ഫാറ്റ്? Saturated or unsaturated? സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. ഇനി നെക്സ്റ്റ് വൺ ആണ് കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തിനാ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിൽ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ശരീരത്തിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി സോഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, ശരീരത്തിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി സോഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്. ദെൻ കാർബോഹൈഡ്രേറ്റ്സ് എന്തൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജനാലാണ് കാർബോഹൈഡ്രേറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെയായിരിക്കാം ഫുഡ്? കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ ഏതൊക്കെയായിരിക്കാം? ഫുഡ്, ഷുഗർ, ഇതെല്ലാം ആയിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ്സ് ആണ്. ഓക്കെ, അപ്പൊ കാർബോഹൈഡ്രേറ്റ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആറ്റങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് കാർബോഹൈഡ്രേറ്റ്. ശരീരത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്. അതോടൊപ്പം തന്നെ എന്താണ്? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഒരു പ്രൈമറി സോഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? മെറ്റബോളിസം നല്ല രീതിയിൽ നടക്കുന്നതിന്, മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിക്കുന്ന Energy. എനർജി ഒരു പ്രോസസ് മെറ്റബോളിസം. അത് നല്ല രീതിയിൽ നടക്കുന്നതിനും നമ്മുടെ ഹങ്കറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതും നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്നതും ഈ കാർബോഹൈഡ്രേറ്റ് ആണ്. അതേപോലെ തന്നെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവല് ആ ഒരു കൃത്യമായ അളവില് നിലനിർത്തുന്നതും ആരാണ്? ഈ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഓക്കെ, രക്തത്തില് ഗ്ലൂക്കോസിന്റെ അളവ് എന്താണ്? ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ നിലനിർത്തുന്നതും ഈ കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, അപ്പൊ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയായിരിക്കാം? Fruits, പൊട്ടാറ്റോ, ടപ്പിയോക്ക, പിന്നെ ഷുഗർ കെയിൻ, ഷുഗർ കെയിൻ, Milk, yogurt, cheese, green leafy vegetables. ഓക്കെ. അപ്പൊ ഇതിലെല്ലാം എന്താണ്? നല്ല റിച്ച് ആയിട്ടുള്ള അളവില് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി സോഴ്സ് കൂടിയാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് മിനറൽ സോൾട്ട്. ഓക്കെ, മിനറൽസ് ആൻഡ് സോൾട്ട്, ധാതു ലവണങ്ങൾ. ഓക്കെ, മിനറൽസ് ആൻഡ് സോൾട്ട് എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ ഹ്യൂമൻ ബോഡിയുടെ നോർമൽ ഫംഗ്ഷൻ, സാധാരണ രീതിയിലുള്ള എല്ലാ ഫംഗ്ഷനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് മിനറൽസ് ആൻഡ് സോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ശരീരത്തിന്റെ ഗ്രോത്തിനും ടിഷ്യൂസിന്റെ റിപ്പയറിങ്ങിനും മിനറൽസ് ആൻഡ് സോൾട്ട് അത്യന്താപേക്ഷിതമാണ്. പിന്നെന്താണ്? സം ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽസ് ആണ് കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയേൺ, കോപ്പർ, അയഡിൻ മുതലായവ. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽസിന് എക്സാമ്പിൾ ആണ് കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയേൺ, കോപ്പർ, അയഡിൻ മുതലായവ. ഇനി ഇതിനെല്ലാം അടങ്ങിയിരിക്കുന്ന സോഴ്സസ് ഏതൊക്കെയായിരിക്കാം? ബട്ടർ വരുന്നുണ്ട്, മിൽക്ക്, ചീസ്, ഫിഷ്, എഗ്, മീറ്റ്, ലിവർ, പൈനാപ്പിൾ, ഗ്രൗണ്ട് നട്ട്സ് എല്ലാം ഹൈ റിച്ചില് മിനറൽസ് ആൻഡ് സോൾട്ട് അടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ്.
ക്ലിയർ ആണോ? അപ്പൊ ശരീരത്തിന്റെ നോർമൽ ഫംഗ്ഷനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന എലമെന്റ് ആണ് മിനറൽസ് ആൻഡ് സോൾട്ട്. ശരീരത്തിന്റെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ ടിഷ്യൂസിന്റെ റിപ്പയറിങ്ങിനും മിനറൽസ് ആൻഡ് സോൾട്ട് അത്യന്താപേക്ഷിതമാണ്. ഇനി അത് അടങ്ങിയിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽസ് ആണ് കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയേൺ, കോപ്പർ, അയഡിൻ മുതലായവ. ഇനി അത് അടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാ? ബട്ടർ, മിൽക്ക്, ചീസ്, ഫിഷ്, പൈനാപ്പിൾ, മീറ്റ്, ലിവർ, പൈനാപ്പിൾ, ഗ്രൗണ്ട്നട്ട്സ് എക്സെട്ര. ഓക്കെ, അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് കഴിഞ്ഞു, ദെൻ മിനറൽസ് ആൻഡ് സോൾട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ആണ് വൈറ്റമിൻസ്. ഓക്കെ, നമ്മുടെ ഹെൽത്തിനും വെൽബീയിങ്ങിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു എലമെന്റ് ആണ് ന്യൂട്രിയൻസ് ആണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റമിൻസ് എന്താണ്? വളരെ കുറച്ച് അളവിലാണ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ കാണപ്പെടുന്നത്. ഓക്കെ, വൈറ്റമിൻസ് ആർ മെയിൻലി 2 ടൈപ്സ് ഉണ്ട്. രണ്ട് ടൈപ്സ് വൈറ്റമിൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫാറ്റ് സോലുബിൾ വൈറ്റമിനും വാട്ടർ സോലുബിൾ വൈറ്റമിനും. ഫാറ്റ് സോലുബിൾ ആൻഡ് വാട്ടർ സോലുബിൾ, വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസും അതേപോലെ കൊഴുപ്പില് മാത്രം ലയിക്കുന്ന വൈറ്റമിൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ 2 ടൈപ്പ് ഓഫ് വൈറ്റമിൻസ് ഉണ്ട്. ഇനി ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ഫാറ്റ് സോലുബിൾ ADEK എന്ന് പറയുന്നത് ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ്. അതെങ്ങനെയാണ്? ഫാറ്റി ഫുഡ് ഐറ്റംസിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് കാണപ്പെടുന്നത്. ഇനി റിമൈനിങ് ബാക്കി ഏതൊക്കെയാ? ബി ആൻഡ് സി എങ്ങനെയുള്ളതാണ്? വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ഓക്കെ, മെയിൻലി 2 ടൈപ്സ് ഓഫ് വൈറ്റമിൻ ഉണ്ട്, വാട്ടർ സോലുബിളും അതേപോലെ ഫാറ്റ് സോലുബിളും. വാട്ടർ സോലുബിളിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ബി ആൻഡ് സി. അതേപോലെ ഫാറ്റ് ആണെങ്കിലോ ADEK. എ എന്ന് പറയുന്ന വൈറ്റമിൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നതാ? കണ്ണിന്റെ കാഴ്ചക്ക് മെയിനായിട്ട് കാഴ്ചക്ക് ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഡി ആണെങ്കിലോ? എല്ലുകൾക്ക് വൈറ്റമിൻ ഡി ആവശ്യമാണ്. ഇനി ഇ ആണെങ്കിലോ? വൈറ്റമിൻ ഇ സ്കിന്നിന്. ഓക്കെ, അതേപോലെ തന്നെയാണ് സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ വൈറ്റമിൻ ഇ ആവശ്യമാണ്. ഓക്കെ, സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാനും. ഇനി വൈറ്റമിൻ കെ ആണെങ്കിലോ? രക്തം കട്ട പിടിക്കാൻ. ബ്ലഡ് എന്താണ് കട്ടയാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ഇനി ബി ആണെങ്കിലോ? വൈറ്റമിൻ ബി. വൈറ്റമിൻ ബി ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനൊക്കെ, ത്വക്കിന്റെ ആരോഗ്യം, ബെറിബെറി എന്നുള്ള രോഗത്തിനൊക്കെ. വൈറ്റമിൻ ഡി റിക്കറ്റ് അല്ലേ? റിക്കറ്റ് എന്ന പറയാം. ഇനി വൈറ്റമിൻ സി ആണെങ്കിലോ? വൈറ്റമിൻ സി പ്രതിരോധ ശക്തി. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം സ്കർവി എന്നൊക്കെ പറയുന്ന രോഗം അതിന് പ്രൊട്ടക്ട് ചെയ്യും. യുടെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖമാണ് സ്കർവി. ഓക്കെ, അപ്പൊ എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ് വൈറ്റമിൻ സി എന്ന് പറഞ്ഞാല്. അപ്പൊ ഇനി വൈറ്റമിൻ ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയായിരിക്കാം? വൈറ്റമിൻ സി, വൈറ്റമിൻ സി പുളിപ്പില്ല, ലെമൺ, സിട്രസ് ഫ്രൂട്ടിലെല്ലാം വൈറ്റമിൻ സി ഉണ്ട്. സിട്രസ് ഫ്രൂട്ട്സ്. ഇനി വൈറ്റമിൻ ബി ആണെങ്കിലോ? ബി നെല്ലിക്ക, അങ്ങനെ ബി ആണോ മിസ്? ബി തവിടില് നെല്ലിന് തവിടുകൾ. വെരി ഗുഡ്. പച്ചക്കറികൾ, തവിട്, വെരി ഗുഡ്. പിന്നെ പയർവർഗ്ഗങ്ങളില് ഇലക്കറികളിലെല്ലാം വൈറ്റമിൻ ബി ധാരാളം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ ആണെങ്കിലോ? വൈറ്റമിൻ ക്യാരറ്റ്, ചീര, ലീഫി വെജിറ്റബിൾസ്. വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട്. ഇനി വൈറ്റമിൻ ഡി ആണെങ്കിലോ? സൺലൈറ്റ്. വൈറ്റമിൻ ഡിയുടെ മുഖ്യ സോഴ്സ് ആണ് സൺലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഡയറി പ്രോഡക്ട്സിലെല്ലാം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. ഇനി വൈറ്റമിൻ ഇ ആണെങ്കിലോ? സസ്യ എണ്ണകളിൽ നിന്നും ധാരാളം ലഭിക്കും. സസ്യ എണ്ണകളിൽ നിന്ന് വൈറ്റമിൻ ഇ ലഭിക്കുന്നുണ്ട്. വൈറ്റമിൻ കെ ആണെങ്കിലോ? ക്യാബേജ്, ചീര, വൈറ്റമിൻ എ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്.
ചീരയിലൊക്കെ എന്താണ് വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എസ് പഠിക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? അപ്പൊ വൈറ്റമിൻ ക്ലിയർ ആണല്ലോ. യെസ് മാം. വൈറ്റമിൻ ബി ഒന്നും കൂടെ പറയണം മാം. വൈറ്റമിൻ ബി. വൈറ്റമിൻ ബി. ബിയോ? വൈറ്റമിൻ ബി. ബി ബി എ ബി. ബി. ഓക്കെ, ബി എന്തിനു വേണ്ടിയാണ്? ഇതിനു വേണ്ടിയോ? അത് ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം വൈറ്റമിൻ ബി. ഓക്കെ, അപ്പോൾ നമ്മുടെ അതേപോലെ തന്നെ തവിടിലാണ് കൂടുതലായിട്ടും വൈറ്റമിൻ ബി അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു ഇന്ന് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? എനർജി സപ്ലൈസ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് എക്സ്ട്രാ എഴുതിക്കൊള്ളാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂ, ശരീരത്തിന് എങ്ങനെയാണ്, അതേപോലെ വൈറ്റമിൻ ബി ആണ്. എന്തോ ക്ലിയർ ആയില്ല. കേട്ടോളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ചെയ്യേണ്ട ആക്ടിവിറ്റി ആണ് വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ. ഇതെല്ലാം റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ഇത്തരം വൈറ്റമിൻസ് നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ ഇതെല്ലാം കണ്ടെത്തിയിട്ട് എഴുതിയിട്ട് വരിക നെക്സ്റ്റ് ക്ലാസ്സിൽ. ആക്ടിവിറ്റീസ് എല്ലാം റെക്കോർഡ് ബുക്കിലാണോ എഴുതണ്ടേ? റെക്കോർഡ് ബുക്ക് ഇപ്പൊ എടുക്കണ്ട, റെക്കോർഡ് ബുക്കിന്റെ കാര്യം പറയാട്ടോ. ഇത് നമ്മൾ സാധാരണ നോട്ട്ബുക്കിൽ എഴുതിയാൽ കേട്ടോ, സാധാരണ നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. ജസ്റ്റ് ഇത്രയുള്ളൂ. നമ്മൾ കുറെ വൈറ്റമിൻ പഠിച്ചു. ഏതൊക്കെയായിരുന്നു വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ അല്ലേ? ഈ വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ഓക്കെ, അതാണ് ഫസ്റ്റ് ടാസ്ക്. പിന്നെ രണ്ടാമത്തെ എന്താ? ഇത്തരം വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? വൈറ്റമിൻ എ നമ്മൾ പറഞ്ഞതാണ് കാഴ്ചക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അത് ഓരോ വൈറ്റമിനും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ഹെൽപ്പ് ചെയ്യുന്നത്? ജസ്റ്റ് ടേബിൾ വരച്ചിട്ട് എഴുതിയാൽ മതിയല്ലേ വെറുതെ? മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അതേപോലെ തന്നെ അപ്പൊ ടേബിൾ ആണെങ്കിലും ഒരു തേർഡ് കോളം, മൂന്നാമത്തെ ഒരു കോളം കൂടി വരച്ചിട്ട് വൈറ്റമിൻസിന്റെ അഭാവം മൂലം, ഇപ്പൊ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന വൈറ്റമിൻ ഏതാണ്? ക്ലിയർ ആണോ? അതും കൂടി ചെയ്യാം. അപ്പൊ 3 കാര്യങ്ങൾ ഒരു ടേബിളിൽ വേണം. വൈറ്റമിൻ എ ആണെങ്കിൽ എ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഏതാണ്? ആ വൈറ്റമിൻ എ നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അസൈൻമെന്റ് അല്ലാട്ടോ, ജസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ. പിന്നെ തേർഡ് കോളത്തില് വൈറ്റമിൻ എ, നമുക്ക് ശരീരത്തിൽ ആവശ്യത്തിന് വൈറ്റമിൻ എ ലഭിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ശരീരം റിയാക്ട് ചെയ്യുന്നത്? ഓക്കെ, വൈറ്റമിൻ എ കുറഞ്ഞാല് കണ്ണിന് കാഴ്ചയൊക്കെ കുറയല്ലേ? അപ്പൊ അത്തരത്തിൽ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ അത് ബാധിക്കുന്നത്? ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് വൺ ആണ് ന്യൂട്രീഷൻ. ഓക്കെ, അപ്പൊ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കമ്പോണൻസ്, എലമെന്റ്സ് ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയാണ്? മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽ, വിറ്റാമിൻസ്, ഫാറ്റ്. ഫാറ്റ് വരുന്നുണ്ട്, പ്രോട്ടീൻ വരുന്നുണ്ട്, പിന്നെന്താണ് കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻ, മിനറൽസ് ആൻഡ് സോൾട്ട്. ഇത്രയും എന്താണ് എലമെന്റ്സ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. ന്യൂട്രീഷൻ. ഓക്കെ, ന്യൂട്രീഷൻ എന്താണ്? ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോസസ് ആണ് അല്ലെ? ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോസസ് ആണ്. എന്തിന്റെ പ്രോസസ്സാ? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫുഡ് കഴിക്കുന്നു അല്ലെ? നമ്മൾ ഫുഡ് കഴിക്കുന്നു. ആ ഫുഡ് നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അല്ലെ? ശരീരത്തിന്റെ ഗ്രോത്തിനാണെങ്കിലും ഡെവലപ്മെന്റിനാണെങ്കിലും അതേപോലെ മെറ്റബോളിസത്തിനും റിപ്പയറിങ്ങിനും എല്ലാം നമ്മൾ കഴിക്കുന്ന ആ ഫുഡിനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്.
നമ്മുടെ ശരീരം നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ആ ഫുഡ് എന്തിനെല്ലാം വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? ഗ്രോത്തിന്, നമ്മുടെ വളർച്ചയ്ക്ക്, ഡെവലപ്മെന്റിന്, അതേപോലെ ഡൈജഷൻ നല്ല രീതിയിൽ നടക്കുന്നതിന്, മെറ്റബോളിസത്തിന് അല്ലെ. അപ്പൊ ഇതിനെല്ലാം വേണ്ടി നമ്മൾ കഴിക്കുന്ന ഫുഡ് നല്ല രീതിയിൽ ഉപയോഗിക്കണം അല്ലെ, ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ദെൻ ഇനി നമ്മൾ ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള, ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെയായിരിക്കാം? ഒരു ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുന്നത് എന്തൊക്കെയാണ്? ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ. പോഷകാഹാരത്തിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാ? ശരിയായ നല്ല വളർച്ച, ഗ്രോത്ത് ഉണ്ടാകും. ശരിയായ ഗ്രോത്തിന്, ഡെവലപ്മെന്റിന് അല്ലെ, അതേപോലെ മെറ്റബോളിക് ഡിമാൻഡ് നല്ല രീതിയിൽ നടത്തുന്നതിന്. നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് ശരീരത്തിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പ്രോസസ്സ്, മെറ്റബോളിസം നല്ല രീതിയിൽ നടക്കണമെങ്കിലും ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫാറ്റ് ഒരുപാട് അടിഞ്ഞു കൂടാതിരിക്കാനായിട്ട് ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ. ദെൻ ശരിയായ ഡൈജഷനും ശരിയായ ഗ്രോത്തിനും ശരിയായ ഗ്രോത്തിന് ഇനി എങ്ങനെയുള്ള കഴിക്കേണ്ടത്? ഡൈജഷൻ നല്ല രീതിയിൽ. ഓക്കെ. ഇനി എങ്ങനെയുള്ള ഫുഡാണ് കഴിക്കേണ്ടത്? പ്രോട്ടീൻ അടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള, നമ്മൾ നേരത്തെ സംസാരിച്ച എല്ലാ എലിമെന്റ്സും അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിച്ചിരിക്കണം. ഇനി എല്ലാ ആളുകളും ഒരേ അളവിലുള്ള, ഒരേ കാലറിയിലുള്ള ഫുഡാണോ കഴിക്കേണ്ടത്? എല്ലാം അനുസരിച്ച് മാറും. പ്രായത്തിനനുസരിച്ച് സഫീഷ്യന്റ് ലെവലിലുള്ള ഫുഡുകൾ കഴിക്കുക. ഓക്കെ. ദെൻ പിന്നെന്താണ്? മിനറൽസ് അടങ്ങിയിട്ടുള്ള, കാൽസ്യം, ഫോസ്ഫറസ് പോലുള്ള മിനറൽസ് അടങ്ങിയിട്ടുള്ള, വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യുക. sufficient level of essential fatty acid അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യുക. ഫാറ്റി ആസിഡ്. ഫസ്റ്റ് വൺ പറഞ്ഞതാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ സെലക്ട് ചെയ്യുക. നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും അതേപോലെ നല്ല രീതിയിലുള്ള കലോറി ലഭിച്ചിരിക്കണം അല്ലെ, കലോറി അടങ്ങിയ ഫുഡ് കഴിച്ചിരിക്കണം. അപ്പൊ എന്താണ്? അത്തരത്തിലുള്ള ഫുഡുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഓരോ പ്രായത്തിനനുസരിച്ചുമുള്ള ഫുഡ് അതിന്റെ അളവ് നമ്മൾ തീരുമാനിച്ചിരിക്കണം. കുട്ടികളാണെങ്കിൽ കുട്ടികൾക്കറിയാം ചെറിയ പ്രായത്തിൽ നല്ല രീതിയിലുള്ള ഫുഡുകൾ കഴിച്ചിരിക്കണം അല്ലെ, എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിച്ചിരിക്കണം. അപ്പോൾ പ്രായത്തിനനുസരിച്ച് എന്താണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യുക. പിന്നെന്തായിരുന്നു? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യുക. മീറ്റ്, ഫിഷ്, അതേപോലെ മിൽക്ക്, നട്ട്സ്. ഓക്കെ. റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജു? നെക്സ്റ്റ് പേജ്. അപ്പൊ അത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യുക. അതേപോലെ കാൽസ്യം, മിനറൽസ് അടങ്ങിയിട്ടുള്ള, പ്രായത്തിനനുസരിച്ചുള്ള സഫീഷ്യന്റ് ലെവൽ ഓഫ് മിനറൽസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യുക. ബനാന, എഗ്സ്, ഡയറി പ്രോഡക്ട്സ് പോലുള്ളവ. നെക്സ്റ്റ് വൺ ആണ് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അതായത് ശരീരത്തിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും എന്താണ്, പ്രത്യേകിച്ച് കുട്ടികളിൽ ഫാറ്റി ആസിഡ് ആവശ്യമാണ്. കുട്ടികളുടെ ശരീരത്തിൽ അവരുടെ നല്ല രീതിയിലുള്ള ഗ്രോത്തിനും പിന്നെന്താണ് ഡെവലപ്മെന്റിനും ഫാറ്റി ആസിഡ് അടങ്ങിയ ഫുഡുകൾ കഴിച്ചിരിക്കണം. അപ്പൊ ഏതൊക്കെയാ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാറ്റി ആസിഡുകളാണ് ഒമേഗ 3, ഒമേഗ 6 എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഇതൊക്കെ ഫാറ്റി ആസിഡിന് എക്സാമ്പിൾ ആണ്. ഒമേഗ 3, ഒമേഗ 6. ഓക്കെ. അപ്പൊ ഇത്തരം ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഫുഡുകളായിരിക്കണം കുട്ടികൾ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഒമേഗ 3ക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ ഫിഷ്. ഓക്കെ. അയല, മത്തി, സാൽമൺ പോലുള്ള ഫിഷുകളിൽ ധാരാളം ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫ്ലാക്സ് സീഡ്സ് ഇല്ലേ, ഫ്ലാക്സ് സീഡ്സിൽ ധാരാളം ഒമേഗ 3. ചിയ സീഡ്, വാൾനട്ട്. ഓക്കെ. ഇതിലെല്ലാം ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. ദെൻ ഒമേഗ 6 ആണെങ്കിലോ സസ്യ എണ്ണകള് അതേപോലെ സീഡ്സ്, നട്ട്സ്, ഇതിലെല്ലാം ഒമേഗ 6 എന്താണ് റിച്ച് ആയിട്ടുണ്ട്. സോ ഫാറ്റി ആസിഡുകൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ ന്യൂട്രീഷൻ എന്താണെന്ന് പഠിച്ചു. ഒലീവ് ഓയിൽ. ഓക്കെ. ന്യൂട്രീഷൻ എന്താണെന്ന് പഠിച്ചു. പോഷകാഹാരം അല്ലെ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവില് ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുന്ന പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ദെൻ മാൽ ന്യൂട്രീഷൻ എന്തായിരിക്കാം? മാൽന്യൂട്രീഷൻ എന്താണ്? ന്യൂട്രീഷന് കൃത്യമായിട്ട് കിട്ടാക്കുമ്പോ വരുന്ന
കണ്ടീഷൻ. പോഷകാഹാരക്കുറവ് അല്ലെ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് ലഭിക്കാത്തത് മൂലമുണ്ടാകുന്ന എന്താണ് അവസ്ഥയെയാണ് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത് അല്ലെ, പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ആവശ്യമായ രീതിയിൽ എന്താണ് ന്യൂട്രിയൻസ് ലഭിക്കുന്നില്ല. അപ്പൊ ആ ഒരു അവസ്ഥയെ സൂചിപ്പിക്കാനായിട്ടാണ് മാൽന്യൂട്രീഷൻ എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി മാൽന്യൂട്രീഷൻ എങ്ങനെയെല്ലാം വരാം, ഒരു പോഷകാഹാരക്കുറവ് ഒരു വ്യക്തിയിൽ എങ്ങനെയെല്ലാം വരാം, എങ്ങനെയെല്ലാം വരാം? ശരിയായ ഫുഡ് കഴിക്കാൻ, ശരിയായ സമയത്ത് ഫുഡ് കഴിക്കാൻ. ശരിയായ അളവിൽ ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിക്കുന്നില്ല. ഓക്കെ, അതൊരു റീസൺ ആയിട്ട് വരാം, പോഷകാഹാരക്കുറവ് വരാം. ഓക്കെ, ദെൻ പിന്നെ ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒഴിവാക്കിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെ ഓക്കെ ദെൻ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ. വെരി ഗുഡ്. ആവശ്യമായ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിച്ചില്ലെങ്കിലും എന്താണ്, നമ്മൾ എല്ലാ ദിവസവും ചോറ് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കണമെന്നുണ്ടോ, ഹെൽത്തി ആയിട്ടിരിക്കണമെന്നുണ്ടോ? നമ്മുടെ ശരീരത്തിലുള്ള ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ എന്താണ് എലമെന്റ്സുകൾ അടങ്ങിയ ഫുഡുകൾ നമ്മൾ സെലക്ട് ചെയ്യണം. എല്ലാ ദിവസവും എല്ലാ നേരവും ചോറ് നമ്മൾ കഴിക്കുന്നുണ്ട്, പക്ഷെ അത് പറഞ്ഞ് നമ്മൾ എന്താണ് ഹെൽത്തി ആയിരിക്കണമെന്നില്ല അല്ലെ. ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ അടങ്ങിയ ഫുഡുകളായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതൊരു മറ്റൊരു റീസൺ ആണ്. ഇനി വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ശരിയായ അളവില് ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മാൽന്യൂട്രീഷൻ വരാം. അതേപോലെ ശരിയായ ക്വാളിറ്റി ഓഫ് ഫുഡ് അല്ലെ, എന്താണ് ശരിയായ ഘടകങ്ങൾ അടങ്ങിയ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പോഷകാഹാരക്കുറവ് വരാം. ഇനി വേറെന്തെങ്കിലും കേസ് ഉണ്ടോ? ഫുഡ് കഴിക്കാതെ വന്നു. എന്തോ? കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാതെ. ഗോപിക, ദഹനക്കുറവ് കൊണ്ട് സംഭവിക്കാമോ മാം? ഓക്കെ. നമ്മൾ കഴിച്ച ആഹാരം ദഹിക്കാതെ. മെഡിക്കൽ കണ്ടീഷൻസ് മൂലം എന്താണ് മാൽന്യൂട്രീഷൻ വരാം. ഓക്കെ, മെഡിക്കൽ കണ്ടീഷൻ, ഇപ്പോ ഷുഗർ പേഷ്യന്റിന് എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും കഴിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. അപ്പോ അതിന്റെ ആ ഒരു പെർട്ടിക്കുലർ ഫുഡിന്റെ അഭാവത്തിൽ മാൽന്യൂട്രീഷൻ പോഷകാഹാരക്കുറവ് അനുഭവപ്പെട്ടേക്കാം. സോ മെഡിക്കൽ കണ്ടീഷൻ മൂലവും എന്താണ് പോഷകാഹാരക്കുറവ് വരാം. ക്ലിയർ ആണോ? മാം അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് മൂലം വരില്ലേ? അതെ, അൺബാലൻസ്ഡ് ഡയറ്റ്, അതാണ് നമ്മൾ എന്താണ് ശരിയായ ക്വാണ്ടിറ്റിയിൽ ശരിയായ ക്വാളിറ്റി ഉള്ള ഫുഡ് കഴിക്കുന്നില്ല, അതിനെയാണ് അൺബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പ്രോപ്പർ ടൈമിൽ ഫുഡ് കഴിക്കാത്തത്. പ്രോപ്പർ ടൈമിൽ ഫുഡ് കഴിക്കാത്തത്. പ്രോപ്പർ ടൈമിൽ ഫുഡ് കഴിക്കാത്തത് ഡൈജഷൻ മൂലം അല്ലെ വരാം. പിന്നെ അബ്സോർപ്ഷൻ മൂലം നമ്മൾ കഴിക്കുന്ന ഫുഡ് ശരീരം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല, എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ മൂലം എന്താണ് ശരീരത്തിന് നമ്മൾ കഴിക്കുന്ന മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്താണ് പോഷകാഹാരക്കുറവ് വരാം. ഓക്കെ, അതേപോലെ മെഡിക്കൽ കണ്ടീഷൻസ്, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകൾക്കും എന്താണ് പോഷകാഹാരക്കുറവ് അനുഭവപ്പെടാം. ഷുഗർ പേഷ്യന്റ്, അതേപോലെ തന്നെ വേറെന്താ ഹെൽത്ത് കണ്ടീഷൻ? ഷുഗർ പേഷ്യന്റിന് നമുക്കറിയാം ഷുഗറി ആയിട്ടുള്ള ഐറ്റംസ്, സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഫ്രൂട്ട്സ് എന്താണ് കൂടുതലും ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നും അവർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്നും ലഭിക്കേണ്ട ന്യൂട്രിയൻസ് എന്താണ് അവർക്ക് അവരുടെ ശരീരത്തിൽ എത്തുന്നില്ല. അതുമൂലം എന്താണ് മാൽന്യൂട്രീഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? പ്രഗ്നൻസി ടൈമിലും പോഷകാഹാരക്കുറവ്. പ്രഗ്നൻസി ടൈമിൽ ഓക്കെ. ഇനി മാൽന്യൂട്രീഷൻസ് പോഷകാഹാരക്കുറവ് സംഭവിക്കുന്നത് മൂലം അനുഭവപ്പെടുന്ന കണ്ടീഷൻ എന്തൊക്കെ സിറ്റുവേഷൻസിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ രോഗങ്ങളിലൂടെ ആയിരിക്കും ഒരു പേഷ്യന്റ് കടന്നു പോകുന്നത്? അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ ഈ പോഷകാഹാരക്കുറവ് മാൽന്യൂട്രീഷൻസ് അഫക്ട് ചെയ്യുന്നുണ്ടാകും അല്ലെ. ഫിസിക്കൽ കണ്ടീഷൻ എന്തൊക്കെയായിരിക്കും അത്? നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം ലഭിച്ചില്ലെങ്കിൽ, പോഷകാഹാരം റിച്ച് ആയിട്ടുള്ള ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഓരോരുത്തരായിട്ട് ബാക്കിയെല്ലാം എന്താ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുക.
കാഴ്ചക്കുറവ്. then ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ശരിയായി നടക്കില്ല. ശരിയായ രീതിയിലുള്ള ഗ്രോത്തും ഡെവലപ്മെന്റും വളർച്ചയും വികസനവും നടക്കില്ല. ഓക്കെ then കാഴ്ചക്കുറവ്. കാഴ്ചക്കുറവ്. നമുക്ക് ഒരു എനർജി ലഭിക്കില്ല. നല്ല രീതിയിലുള്ള ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനർജി ഉണ്ടാവും. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എനർജി ഉണ്ടാവും ശരീരത്തിന്. സോ എന്താണ് എപ്പോഴും ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് ഉറക്കം തൂങ്ങി നടക്കുന്ന ഒരു രീതിയിലായിരിക്കും എന്താണ് എന്തോ വിളർച്ച. വെരി ഗുഡ്. നമ്മൾ പറയല്ലേ മുഖം എന്താ വിളറിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ വിളർച്ച വരാം, ഭാരക്കുറവ് വരാം, നമുക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും അല്ലേ. ഇപ്പൊ നമ്മൾ ഒരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ മടിയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ, തളർച്ചയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. പിന്നെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ മാൽന്യൂട്രീഷൻ മൂലം ഫിസിക്കൽ കണ്ടീഷൻ, അലസത, സ്കിൻ പ്രോബ്ലം, ഹെയർ ലോസ്, അങ്ങനെ പല രീതിയിൽ എന്താണ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി മെന്റൽ കണ്ടീഷൻ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് ഫിസിക്കൽ കണ്ടീഷൻ ആണ് അല്ലെ, നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതാണ്. ഇനി മെന്റൽ കണ്ടീഷൻ എങ്ങനെയാണ് ബാധിക്കുന്നത്? കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഒരു ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് കുട്ടികൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. പിന്നെന്താണ്? ഇൻആക്റ്റീവ് ആയിരിക്കും. ഒരു കാര്യത്തിൽ എന്താണ് ആക്റ്റീവ് ആയിരിക്കാൻ കഴിയില്ല. ഒരു കാര്യവും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് എനർജി ഉണ്ടാവില്ല. എനർജറ്റിക് ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് കഴിയില്ല. പിന്നെന്തായിരുന്നു? മെമ്മറി ലോസ് അല്ലെ, നമുക്ക് പഠിച്ച കാര്യങ്ങളെ പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് കഴിയില്ല. ദെൻ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതോടൊപ്പം തന്നെ എന്താണ് മറന്നു പോകാനും ചാൻസ് ഉണ്ട്. ദെൻ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ആയിട്ട് ആലോചിച്ച് അങ്ങനെയൊക്കെ ഒരു ഇനാക്റ്റീവ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യില്ലേ, ഒന്നിനെ കുറിച്ച് ഒരു വ്യക്തതയില്ലാതെ സംസാരിക്കില്ലേ, അതൊക്കെ മെന്റൽ കണ്ടീഷൻ ആണ്. നമ്മുടെ മാൽന്യൂട്രീഷൻസ് മൂലം ഉണ്ടാകുന്ന മെന്റൽ ആംഗ്രി, പെട്ടെന്ന് ദേഷ്യം വരും, ഡിപ്രഷൻ. ഓക്കെ, വെരി ഗുഡ്. എന്തോ ശ്രദ്ധക്കുറവ്, ഓർമ്മക്കുറവ്. ശ്രദ്ധക്കുറവുണ്ടാകാം, ഓർമ്മക്കുറവുണ്ടാകാം, അടങ്ങിയിരിക്കാനായിട്ട് കഴിയില്ല, അറ്റൻഷൻ കുറവുണ്ടായിരിക്കും, എപ്പോഴും ദേഷ്യം വരിക. ഓക്കെ, ദെൻ ഇറിറ്റേറ്റഡ് ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ഇറിറ്റേഷൻ. ഓക്കെ, ദെൻ പാസീവ് ആയിരിക്കും, ഹൈപ്പർ ആക്റ്റീവ്. ഓക്കെ, പാസീവ് ആയിരിക്കും എന്ന് വെച്ചാൽ എപ്പോഴും എന്താണ് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുക കുട്ടി. കേട്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോഷകാഹാരക്കുറവ് നമ്മുടെ ശരീരത്തെ അഫക്റ്റ് ചെയ്യുന്നത്. ഫിസിക്കലിയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ മെന്റലിയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ്. ലാസ്റ്റ് ടോപ്പിക് ആണ് കേട്ടോ. ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ്. എന്താണ് ബാലൻസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാല്? എന്താണ് ബാലൻസ്ഡ് ഫുഡ്? The food contains all the essential nutrients. എസെൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഡയറ്റിനെയാണ് ബാലൻസ്. ഫുഡിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? നമുക്ക് ആവശ്യമായുള്ള എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ. ഓക്കെ, ഇപ്പൊ നമുക്ക് മിൽക്ക് മ്യൂട്ട് ചെയ്യാമോ ആരത്? നമ്മുടെ ശരീരത്തിന് മിൽക്ക് ആവശ്യമാണ് അല്ലെ, പ്രോട്ടീൻ ആവശ്യമാണ്. പക്ഷെ അതും പറഞ്ഞ് ഓവറായിട്ട് നമ്മൾ ഈ മിൽക്ക് കുടിക്കുന്നത് നല്ലതാണോ? അത് ബാലൻസ്ഡ് ഫുഡാണോ? കറക്റ്റ് അളവിലായിരിക്കണം കഴിക്കേണ്ടത്. ഒരു വ്യക്തിക്ക് എത്ര കലോറി മിൽക്കാണോ വേണ്ടത്, എത്ര കലോറി ഫുഡാണോ വേണ്ടത്, അതിനനുസരിച്ചായിരിക്കണം ഫുഡുകൾ കഴിക്കേണ്ടത് അല്ലെ. ഓവർ ഈറ്റിംഗ് നല്ലതല്ല എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ബാലൻസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞപ്പോ എന്താണ്? ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്നത്. സോ ഒരു വളരുന്ന കുട്ടിക്ക്, ഒരു ഗ്രോവിംഗ് ചൈൽഡിന് ആവശ്യമായ കലോറിയിൽ എല്ലാ ഫുഡും എന്താണ് ബാലൻസ്ഡ് ഡയറ്റില് ആ രീതിയിലുള്ള ഫുഡാണ് കുട്ടികൾ കഴിക്കേണ്ടത് അല്ലെ. ബാലൻസ്ഡ് ഫുഡ് എന്താണ് കഴിച്ചിരിക്കണം. ഒരു വളർന്നു വരുന്ന കുട്ടി അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള എന്താണ് ഗ്രോത്തിനും ഡെവലപ്മെന്റിനും, ഓക്കെ, മെന്റൽ ഗ്രോത്തിനും മെന്റൽ ഡെവലപ്മെന്റിനും എല്ലാം എന്താണ് ആവശ്യമായ ഫുഡുകൾ ശരീരത്തില് ആവശ്യ അളവില് എത്തിയിരിക്കണം. ഓക്കെ, ഇനി ഇതിനെ എന്താണ് എല്ലാവരും ഒരേ രീതിയിലുള്ള കലോറിയാണോ ഫുഡ് കഴിക്കേണ്ടത്? ചില ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു ആ ഫാക്ടേഴ്സ്? ജോലി,
ജെൻഡർ ഫാക്ടർ ആണ്. അതേപോലെ ചെയ്യുന്ന ജോലി. ഓക്കെ. ദെൻ ജെൻഡർ, ജെൻഡർ. ദെൻ ഹെൽത്ത്, ക്ലൈമറ്റ് കഴിക്കുന്ന ഫുഡിന്റെ അളവിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ക്ലിയർ ആണല്ലോ? സോ ബാലൻസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പൊ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ആവശ്യമായ അളവിൽ കഴിക്കുന്ന ഫുഡിനെയാണ്, ഭക്ഷണത്തെയാണ് ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വളരുന്ന കുട്ടിക്ക്, ഒരു ഗ്രോവിംഗ് ചിൽഡ്രന്, കുട്ടികൾക്ക് എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നോക്കിക്കോളൂ. എ ബാലൻസ്ഡ് ഡയറ്റ് കണ്ടെയ്ൻസ് റഫ്ലി 400 കലോറീസ് ഓഫ് പ്രോട്ടീൻ. നമ്മൾ പറഞ്ഞു ധാരാളം എലമെന്റ്സ് ഒരു ദിവസം ശരീരത്തില് കമ്പോണൻസ് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു. അതിൽ പ്രോട്ടീൻ 400 കലോറി പ്രോട്ടീൻ ആണ് കഴിക്കേണ്ടത്. ഓക്കെ. 900 കലോറീസ് ഓഫ് ഫാറ്റ് ആൻഡ് 1700 കലോറീസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ ഈ കാലോറി മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയോ? ഇപ്പൊ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് എന്താണ്? 1700 കലോറീസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. അറിജോ ലാസ്റ്റ് പേജ്, ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ്. സ്ക്രോൾ ചെയ്യാമോ ഒന്ന്? ബാലൻസ്, ഓക്കെ. ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ്, ഇതിന് മുന്നത്തെ പേജ്. ഓക്കെ. എന്താണ് നമ്മൾ കഴിക്കുന്ന ഫുഡ്? നമ്മൾ പറഞ്ഞു 1700 കലോറീസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ, ശരീരത്തിൽ എത്തിയിരിക്കണം. സോ ഇപ്പൊ നമ്മൾ ഈ കലോറി മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? ഒരു ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ കലോറി മാത്രം സെലക്ട് ചെയ്താൽ മതിയോ? ശ്രദ്ധിച്ചാൽ മതിയോ? അല്ല, വേറെ ശ്രദ്ധിക്കണം. ഏജ് ആൻഡ് വെയിറ്റ്. അല്ലല്ല, അതല്ല ഉദ്ദേശിച്ചത്. എന്താണ് ന്യൂട്രീഷണൽ ആഹാരം എന്ന് പറയണേ? ന്യൂട്രീഷണൽ വാല്യൂസും കൂടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരാളുടെ ശരീരത്തിൽ എത്തേണ്ട കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് 1700 ആണെന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ ഒരു കാർബോഹൈഡ്രേറ്റ്, ഷുഗർ എന്ന് പറയുന്നത് സീഡ്സിലെല്ലാം കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ 1700 മീറ്റ് ചെയ്യാനായിട്ട് അതിനനുസരിച്ചുള്ള സീഡ്സുകൾ കഴിച്ചാൽ മതിയോ? ഹെൽത്തി ആയിരിക്കാൻ പറ്റുമോ? തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഫാക്ടർ ആണ് ന്യൂട്രീഷണൽ വാല്യൂ. ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള 1700 കലോറി ഓഫ് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം നമ്മുടെ ശരീരത്തിൽ എത്തേണ്ടത്. ക്ലിയർ ആണോ? അതായത് ഇപ്പൊ ഷുഗറിലും എന്താണ് ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതും പറഞ്ഞ് നമ്മൾ ഈ 1700 മീറ്റ് ചെയ്യാനായിട്ട് അത്രയും എമൗണ്ട് ഓഫ് ഷുഗർ മാത്രം കഴിച്ചാൽ മതിയോ? പോരാ, ന്യൂട്രിയൻസും കൂടി ശ്രദ്ധിക്കണം. ന്യൂട്രീഷണൽ വാല്യൂസും കൂടി എന്താണ് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ. അപ്പൊ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ്? എല്ലാ ന്യൂട്രിയൻസും കറക്റ്റായ അളവിലുള്ള ഫുഡ്, എല്ലാം കറക്റ്റ് അളവിലുള്ള ഫുഡിനാണ് നമ്മൾ ആ ഭക്ഷണക്രമത്തെയാണ് ബാലൻസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി കുട്ടികൾക്ക് എന്താണ്, എസ്പെഷ്യലി വളരുന്ന കുട്ടികൾക്ക് ഈ ബാലൻസ്ഡ് ഫുഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചെറിയ പ്രായത്തിലാണ് കൂടുതലും വളർച്ച സംഭവിക്കുന്നത് അല്ലെ. അവരുടെ മെന്റൽ ഗ്രോത്ത് ആണെങ്കിലും അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണെങ്കിലും എല്ലാം നടക്കുന്നത് ആ ചെറിയൊരു പ്രായത്തിലാണ്. സോ വളരുന്ന കുട്ടികൾക്ക് കറക്റ്റ് അളവിലുള്ള ബാലൻസ്ഡ് ഡയറ്റ് എന്താണ്, അത് ഉൾപ്പെടുത്തിയിരിക്കണം. അത് ശ്രദ്ധിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാ? നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്ററിന്റെ. ആരുടെ ഡ്യൂട്ടിയാ? ഡ്യൂട്ടിയാണ്. ഇനി ഒരു ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ കലോറി വാല്യൂ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അതോടൊപ്പം തന്നെ എന്താണ് ന്യൂട്രീഷണൽ വാല്യൂസും കൂടി ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. ഒരു ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ ന്യൂട്രീഷണൽ വാല്യൂവും കലോറി വാല്യൂവും എന്താണ് ശ്രദ്ധിച്ചിരിക്കണം. അതിനനുസരിച്ചായിരിക്കണം ഒരു കുട്ടിക്ക് ഫുഡ് കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് പേജിൽ എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് ഫോർ പ്രീ സ്കൂൾ ചിൽഡ്രന്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രായത്തിലും ഓരോ എലമെന്റ്സും എത്ര അളവിലാണ് കഴിക്കേണ്ടത് കണ്ടോ? ഫുഡ് സ്റ്റഫ് ഫുഡുകൾ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണെന്ന്. 1 to 3 വരെ ഏജ് ഉള്ള കുട്ടികൾ എത്ര ഗ്രാം ഓഫ് നമ്മൾ പറയുന്ന ഈ പർട്ടിക്കുലർ ഫുഡ് ഐറ്റംസ് കഴിച്ചിരിക്കണം. ആൻഡ് 4 to 6 ഏജിലുള്ള കുട്ടികൾ എത്ര അളവിലാണ് ഈ ഫുഡ് ഐറ്റംസ്, ഈ ഓരോ ഫുഡുകളും കഴിക്കേണ്ടത്. ആർക്കെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാമോ? The following is suggested balanced diet for children. Food stuff. First one, pulses. 1 to 3 years 150 grams. 4 to 6 years 200 grams.
Cereals. ഒരു എന്താണ് 3 വയസ്സ് വരെയുള്ള ഒരു കുട്ടിക്ക് 150 ഗ്രാംസോളം പൾസസ് എന്താണ് ശരീരത്തിൽ എത്തിക്കണം. 4 മുതൽ 6 വയസ്സ് വരെ ആണെങ്കിലോ 200 ഗ്രാം ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, Cereals 50 grams. 1 to 3 years in 50 grams. 4 to 60 years 60 grams. ഓക്കെ. Green leafy vegetables 1 to 3 years 50 grams. 4 to 6 years 75 grams. Other vegetables 1 to 3 years 30 grams. 4 to 6 years 50 grams. Fruits 1 to 3 years 50 grams. 4 to 6 years 50 grams. Milk 1 to 3 years 300 grams. 4 to 6 years 250 grams. Oil and fat 1 to 3 years 20 grams. 4 to 6 years 25 grams. Meat and fish 1 to 3 years 30 grams. 4 to 6 years 30 grams. Sugar and jaggery 1 to 3 years 30 grams. 4 to 6 years 40 grams. ഓക്കെ, അപ്പൊ ഓരോ പ്രായത്തിലും എന്താണ് ഒരു വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളാണ് കൂടുതലായിട്ട് ഭക്ഷണം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, പിന്നീടുള്ള വളർച്ചയിലും എന്താണ് ഭക്ഷണം ആവശ്യമാണെങ്കിലും അവരുടെ ഇനീഷ്യൽ സ്റ്റേജിൽ എന്താണ് കൂടുതൽ അളവിൽ നല്ല ക്വാളിറ്റി ഫുഡ് അവര് കൺസ്യൂം ചെയ്തിരിക്കണം. ഇനിയിപ്പോ പറഞ്ഞ അളവുണ്ടല്ലോ, 1 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾ ഈ ഒരു അളവിലാണ് ഫുഡ് കഴിക്കേണ്ടത്. അതേപോലെ 4 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളും ഈ ഒരു അളവിൽ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് വേരി ചെയ്യാം. എപ്പോഴാണ് വേരി ചെയ്യുന്നത്? അവരുടെ ഏജ്, സെക്സ്. വെരി ഗുഡ്. ഏജിനനുസരിച്ച്, സെക്സിനനുസരിച്ച്, അതേപോലെ തന്നെ ക്ലൈമറ്റിനനുസരിച്ചെല്ലാം എന്താണ് ഇത് വേരി ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അതോടുകൂടി ഈ ചാപ്റ്റർ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ഞാൻ അയച്ചേക്കാം. സോ ബ്രേക്ക് എടുക്കാം, ആക്ടിവിറ്റീസ് ചെയ്യാം. ആരാ ചെയ്യാനുള്ളത്? ഇനി ആക്ഷൻ സോങ് അല്ലേ? അടുത്ത ചാപ്റ്റർ ഏതാ ടീച്ചർ? യൂണിറ്റ് 3 അല്ലേ? യൂണിറ്റ് 4 ഏതാ? ചെക്ക് ചെയ്തിട്ടൊന്ന് പറയാമോ? യൂണിറ്റ് 4 ചൈൽഡ്ഹുഡ് ഡിസീസസ് എടുത്തു കഴിഞ്ഞതല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഏതാ? പാർട്ട് 2 പാർട്ട് 1 കംപ്ലീറ്റ് ആയല്ലേ? മിസ് എടുത്ത ചാപ്റ്റർ പാർട്ട് 2 അപർണ മിസ് എടുത്തു. എല്ലാരും അൺമ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ക്ലിയർ ആകുന്നില്ല. ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ഇനി മിസ് എടുത്ത ചാപ്റ്റേഴ്സ് എല്ലാം ഒന്ന് പറയാമോ? പാർട്ട് 2 മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. പാർട്ട് 2 1 ചാപ്റ്റർ അപർണ മിസ് എടുത്തു. പാർട്ട് 2 2 1 ചാപ്റ്റർ 1. പാർട്ട് 1 എല്ലാം കഴിഞ്ഞുവല്ലോ മിസ്സേ. ക്ലിയർ ആകുന്നില്ല, വോയിസ് ബ്രേക്ക് ആവുന്നു. മിസ് ഈ പാർട്ടില് മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞു എല്ലാ മിസ്സും. മിസ് 1, 2, 3 ചാപ്റ്റർ എടുത്തു. 4, 5, 8 അപർണ മിസ് എടുത്തു. 7 ആതിര മിസ് എടുത്തു. അശ്വതി മിസ് ഇംഗ്ലീഷ് ആണ്. അപ്പൊ അവരെല്ലാരും ഈ ഒരു യൂണിറ്റ്, ഈ ഒരു ചാപ്റ്റർ മൊത്തം കഴിഞ്ഞു. ഈ ചാപ്റ്ററിലോട്ട് പാർട്ട് 2 പോകാം. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആരെങ്കിലും എടുത്തായിരുന്നോ? അപർണ മിസ് എടുത്തുകൊണ്ടിരിക്കുന്നു. Then physical and motor development. പാർട്ട് 1 ചാപ്റ്റർ എടുത്തിട്ടുള്ളൂ ടീച്ചർ. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു ആണോ ടീച്ചർ? അത് രണ്ടാമത്തെ ചാപ്റ്റർ ആണോ? യൂണിറ്റ് 2 ആണോ? അപ്പോ എന്താണ് MCQ അയച്ചേക്കാം കേട്ടോ. യൂണിറ്റ് 2 ആണോ? യൂണിറ്റ് 2. ഓക്കെ. ഇനി ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളത് ആരാ? ആക്ഷൻ സോങ്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. ഓരോരുത്തരായിട്ട് വേഗം ചെയ്തോളൂ. ആക്ഷൻ സോങ്.
ആരാണ് മ്യൂട്ട് ചെയ്തേക്കുന്നത്? ആരാ മ്യൂട്ട് ചെയ്യൂട്ടി? ഞാൻ ചെയ്യട്ടെ മാം. ആ, പേരെന്താ? രംഷ. എന്തോ? രംഷ. രംഷ. ഓക്കെ. ആ. ആപ്പിൾ. ആ, ഓക്കെ. I am an apple, round and red, round and green, round and yummy. I am an apple, eat me every day, so keep doctor away. I am an orange, round and orange, round and orange. And I grow in a tree. I am a strawberry, fresh and red, fresh and red. I am good for health. മിസ്സേ ബനാനന്റെ പിക്ചർ വരച്ചതിന് മോനെടുത്ത് കീറി, അതുകൊണ്ട് ഈ ബനാന. ഓക്കെ ഓക്കെ. I am a banana, long and yellow, long and yellow. I am a sweet. ഓക്കെ. ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. ജസ്ന. ജസ്ന. ഇവിടെ പറ. Yes, ma'am. ഓക്കെ, ചെയ്തു. Fingers. How many fingers on one hand? How many fingers on one hand? How many fingers on one hand? Let's all count together. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. How many fingers on two hands? How many fingers on two hands? How many fingers on two hands? Let's all count together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Clap, 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 clap your hands. Clap, clap, clap your hands. Clap, clap, clap your hands. Clap your hands with me. Thank you, ma'am. ഓക്കെ. ഞാൻ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. വെരി ഗുഡ്. ദെൻ വേറെ ആരാ? ഇനി ആരൊക്കെ ചെയ്യാനുള്ളത്? ആരൊക്കെയാ? ഞാൻ ചെയ്യട്ടെ. ആ, ഓക്കെ. ശ്രീലക്ഷ്മി ആണോ? ആ, ശ്രീലക്ഷ്മി. ഓക്കെ. ഒരു മിനിറ്റ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ, ചെയ്യട്ടെ. ഓക്കെ. Vegetables make me healthy and wise. I can eat them daily with roti and rice. Vegetables make me healthy and wise. I will eat them daily with roti and rice. Tomatoes are red, peas are green, brinjal has a crown, just like a queen. Tomatoes are red, peas are green, a brinjal has a crown, just like a queen. Vegetables make me healthy and wise. I will eat them daily with roti and rice. Vegetables make me healthy and wise. I can eat them daily with roti and rice. Potatoes are brown, onions are pink, carrot have a juice that I can drink. Or potatoes are brown, onions are pink, carrots have a juice that I can drink. ഞാൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ. ശ്രീലക്ഷ്മി നന്നായിട്ട് ചെയ്തട്ടോ. ആ പ്രോപ്പർട്ടീസ് പെട്ടെന്ന് ആണോ? ഞാനിത് ചെയ്തതാണ് കാർഡ്ബോർഡില്. ഓക്കെ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഷുവറേ. നെക്സ്റ്റ് ടൈം ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാം. നെക്സ്റ്റ് ടൈം നമുക്ക് എന്താണ് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ നന്നായിട്ട് കേട്ടോ. കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ടി ഇരുന്നായിരുന്നേ, പക്ഷെ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോഴാ പറ്റിയതാ. അപ്പോഴത്തേനും ഭയങ്കര ഒരു വെപ്രാളം ചെയ്തപ്പോ. യെസ് മിസ്. ചെയ്യട്ടെ? ചെയ്തോളൂ. Butterfly, butterfly, flutter around.
Butterfly, butterfly, touch the ground. Butterfly, butterfly, fly on free. Butterfly, butterfly, land on me. Butterfly, butterfly, reach the sky. Butterfly, butterfly, say goodbye. Thank you, Miss. ഇത്തിരി സ്പീഡ് കൂടിപ്പോയി. ഓക്കെ അഹല്യ, നെക്സ്റ്റ് ടൈം നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, നന്നായിട്ടുണ്ട്. എനിവേ ദെൻ പ്രജിത. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചൊല്ലിയതാ ടീച്ചർ. ഞാൻ അറിയാതെ നേരത്തെ ഡെണ്ണടിക്കണെന്ന് അറിയാതെ ഹാൻഡിൽ ചെയ്തു പോയതാ. ഓക്കെ ഓക്കെ, ഇനി വേറെ ആരാ ചെയ്യാനുള്ളത്? മിസ് ഒരു കാര്യം പറഞ്ഞിട്ടെ. അപർണ മിസ് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഓരോ പാർട്ടിനും ഓരോ മിസ്സുമാരായിരിക്കും എടുക്കുന്നതെന്ന്. അതെ അതെ അതെ. സെക്കൻഡ് പാർട്ട് അപർണ മിസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതാകുമ്പോൾ നമുക്കും കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഓരോ ചാപ്റ്റർ ഇങ്ങനെ ഓരോ മിസ് എടുക്കുമ്പോഴത്തേക്ക് ആകെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. തെറ്റാണ്, ഞാൻ മിസ്റ്റേക്ക് ആണത്. എന്താണ്, സെക്കൻഡ് ചാപ്റ്റർ അപർണ മിസ് ആണ്, സെക്കൻഡ് മൊഡ്യൂൾ ഡീൽ ചെയ്യുന്നത് അപർണ മിസ് ആയിരിക്കും കേട്ടോ. പാർട്ട് 2 മൊഡ്യൂൾ അല്ല, മൊഡ്യൂൾ 1 പാർട്ട് 2. മൊഡ്യൂൾ 1 പാർട്ട് 2. അതെ. ഓക്കെ മിസ്. ഓക്കെ, ദെൻ ഹു ഈസ് നെക്സ്റ്റ്? മനസ്സിലായില്ല ടീച്ചർ. അല്ലടാ, ഓരോ പാർട്സും എടുക്കുന്നത് ഓരോ ടീച്ചേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ലേ നിങ്ങൾക്ക് കുറച്ചും കൂടി കൺവീനിയന്റ്? ഓരോ ചാപ്റ്ററും ഓരോ മിസ്സുമാരെടുത്ത മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഓരോ പാർട്ടും എന്താണ്, ഫസ്റ്റ് മൊഡ്യൂളിലെ ഓരോ പാർട്ടും ഓരോ ടീച്ചറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ സെക്കൻഡ് എടുക്കാന്ന് പറഞ്ഞല്ലോ നേരത്തെ. സോ സോറി, അത് അപർണ മിസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പാർട്ടാണ് അല്ലേ? അപ്പൊ അപർണ മിസ് സെക്കൻഡ് ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടിലെ എല്ലാ ചാപ്റ്റേഴ്സും ഡീൽ ചെയ്യുന്നത്. അപ്പൊ മിസ് ഏത് പാർട്ട് എടുക്കുക അടുത്ത ക്ലാസ്സിലെ? അത് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ, ഞാൻ ഇൻഫോം ചെയ്തേക്കാം. ടീച്ചർ ക്ലാസ്സിന് മുന്നേ എഴുതിയെടുക്കാൻ വേണ്ടിട്ടാ, നോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ടാ. ക്ലാസ് റൂമിൽ അതൊന്ന് ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ നമ്മൾ എല്ലാ PDF എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് എടുത്തു വെക്കാമല്ലോ. ഓക്കെ, ക്ലാസ് റൂമിൽ ഇൻഫോം ചെയ്തേക്കാം കേട്ടോ. ഓക്കെ 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 ഓക്കെ. മിസ് അതുപോലെ ടൈം ടേബിൾ ഒന്ന് ഇടാൻ പറ്റുമോ? പുതിയ ടൈം ടേബിൾ. മ്യൂട്ട് ചെയ്യാമോ? എന്താണ് പുതിയ ടൈം ടേബിൾ? ക്ലിയർ ആയില്ല എനിക്ക്. ചില സബ്ജക്റ്റുകൾ മാറ്റമുണ്ടല്ലോ, അപ്പം ടൈം ടേബിൾ മുമ്പ് തന്ന പോലെ ക്ലാസ് റൂമിൽ ഇട്ടെങ്കിൽ നന്നായിരുന്നു. ഓരോ ദിവസം ഏതാണെന്നുള്ളത്, ഏത് മിസ്സിന്റെ ക്ലാസ് ആണെന്നുള്ളത്. അങ്ങനെ ഇട്ടിട്ടില്ലേ ക്ലാസ് റൂമില്? സ്റ്റാർട്ടിങ്ങിൽ ഇട്ടായിരുന്നു, അതിൽ കുറച്ച് ചേഞ്ചസ് വന്നായിരുന്നു. അത് മിസ് ലീവിലായോണ്ട് അങ്ങനെ മാറി വന്നതാന്ന് പറഞ്ഞായിരുന്നല്ലോ. അന്ന് എന്തോ പരിപാടി ഉണ്ട് പറഞ്ഞോണ്ടാണ് എടുത്തത്. വെയ്യായിട്ടാ തോന്നണോ, ഒക്കെ ആയിട്ടാ തോന്നണോ ആതിര മിസ് എടുത്ത ക്ലാസ്. ടൈം ടേബിൾ അത് തന്നെയാണ് കേട്ടോ, മാറ്റമൊന്നുമില്ല അതില്. ദെൻ വേറെ ആരാ ചെയ്യാനുള്ളതിന് ആക്ഷൻ സോങ്? ആക്ഷൻ സോങ് എടാ, ഒരു മെസ്സേജ് വന്നായിരുന്നു, എനിക്ക് ക്ലിയർ ആയില്ല. എന്തായിരുന്നു? ക്യാൻ ഐ ഫുള്ള് കംപ്ലീറ്റ് ആയില്ല റീഡ് ചെയ്ത്. ഓക്കെ, നെക്സ്റ്റ് ആരാ ആക്ഷൻ സോങ്? പേര് പറയൂ. ഞാൻ ആരൊക്കെ ചെയ്യാനുള്ളത്? ആരൊക്കെയാ ആക്ഷൻ സോങ്ങിന് ചെയ്യാനുള്ളത്? ആരൊക്കെയാ? മാം ഞാനുണ്ട്, അടുത്ത ക്ലാസ്സിൽ ചെയ്യാവേ. നിതിജ എന്നാണോ പേര്? നിതിജ. അടുത്ത ക്ലാസ്സിൽ ചെയ്യാമോ? ഓക്കെ, ദെൻ വേറെ ആരാ? ഞാനുണ്ട് മാം, നെക്സ്റ്റ് ക്ലാസ് നോക്കാം. ഒരു 68 പാർട്ടിസിപ്പൻസ് ഉണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ. അതിലെല്ലാവരും ആരൊക്കെ ചെയ്യാത്തത്? ആരാ? ഞാൻ ചെയ്തിട്ടില്ല മാം, ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, രഞ്ജു റെഡി ആണോ? രഞ്ജു പുറത്താണ്. ഓക്കെ ഓക്കെ, അടുത്ത ക്ലാസ് ചെയ്യാൻ ടീച്ചറെ. എല്ലാവരും അടുത്ത ക്ലാസ്സുകാരാണല്ലോ. ഓക്കെ, ദെൻ ഇന്ന് ആരെങ്കിലും റെഡി ആണോ ഇപ്പൊ ചെയ്യാനായിട്ട്? ഓക്കെ, വെരി ഗുഡ്. ആരാ പേരെന്താ? പ്രജിഷ. പ്രജിഷ. ഓക്കെ പ്രജിഷ. We have 5 senses. We have 5 senses. Do you know? Taste, smell, sight, hear, and taste. Do you know? I can take my tongue. I
taste with my tongue the yummy chocolates. I can smell with my nose. I can smell with my nose the lovely red rose. I can see with my eyes. I can see with my eyes the rainbow in the sky. I can hear with my ears. I can hear with my ears the chirping of the birds. I can feel with my hands. I can feel with my hands the silky white sand. These are the five senses. These are the five senses. Do you must know? ഓക്കെ പ്രജിഷ നന്നായിട്ടുണ്ടായിരുന്നു. ഇച്ചിരി സ്പീഡ് കൂടി പോയടാ കേട്ടോ. ടൈം ആയതിന്റെ കുഴപ്പമില്ല. എന്നാലും നന്നായിട്ട് ചെയ്തട്ടോ. ഓക്കെ, ആരെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ടിനി? എന്തോ വിജിഷ റെഡിയാണോ? അല്ല, ഞാനേ പിന്നെ അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ പറയായിരുന്നു. ഓക്കെ, വേറെ ആരാ വിളിച്ചത്? ഓക്കെ വിജിഷ. പിന്നെ എന്തോ അർച്ചന, ഞാൻ ചെയ്യാം മിസ്സേ. Sunday, Monday, clap, clap, clap. Tuesday, Wednesday, tap, tap, tap. Thursday, Friday, almost done. Saturday is so much fun. Now we know the days of weeks. Clap your hands, stomp your feet. Thank you, Miss. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചത്? ഈ ഒരു ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചത്? ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ, ബാലൻസ്ഡ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ്. എത്രയായിട്ടാ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഏതൊക്കെയാണ്? എനർജി സപ്ലയേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. ഓക്കെ, ദെൻ എനർജി സപ്ലയേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാ? നിങ്ങളോട് ഇതല്ലാത്ത എക്സാമ്പിൾ എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൈറ്റ്? അതൊക്കെ പറയൂ, ഏതൊക്കെയാ എനർജി സപ്ലയേഴ്സ്? ഡേറ്റ്സ്, ബ്രൗൺ റൈസ്, വാട്ടർ, ബനാന, യോഗർട്ട്, കാഷ്യൂസ്, സ്വീറ്റ് പൊട്ടറ്റോസ്. എനർജി സപ്ലയേഴ്സ്. ഓക്കെ, ദെൻ ബോഡി ബിൽഡേഴ്സ് ആണെങ്കിലോ? പ്രോട്ടീൻ പൗഡർ, പീനട്ട് ബട്ടർ, ക്രാബ്, പൾസസ്, ആൽമണ്ട്, സോയാബീൻ, പീനട്ട് ബട്ടർ ആയിട്ട് എന്തായിരുന്നു പറഞ്ഞ? ക്രാബോ? ക്രാബ്. ദെൻ പൾസസ്, സീ ഫുഡ്സ്, ചീസ്. ഓക്കെ, ചിക്കൻ, മീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായില്ല, ചിക്കൻ. ഓക്കെ, ദെൻ പ്രൊട്ടക്റ്റീവ് ഫുഡ് ആണെങ്കിൽ ഒലിവ് ഓയിൽ വരും, ഗ്രീൻ ടീ വരും, സിട്രസ് ഫ്രൂട്ട്സ് വരും, പിന്നെ മീറ്റ് വരും, ലിവർ മീറ്റ്സ്, നട്ട്സ്, സാൽമൺ. ഇതെല്ലാം പ്രൊട്ടക്റ്റീവ് ഫുഡ്സിന്. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന അടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ് അല്ലേ? ഓക്കെ, ദെൻ അപ്പൊ ഇത്രയും മൂന്നായിട്ടാണ് മെയിൻലി ഫുഡ് ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഫുഡ്. ഫുഡിലെ പ്രത്യേകമായിട്ടുള്ള എലമെന്റ്സുകൾ ഏതൊക്കെയാ? കാർബോഹൈഡ്രേറ്റ്, മിനറൽസ് ആൻഡ് സോൾട്ട് ആൻഡ് വൈറ്റമിൻസ്. ഓക്കെ, ദെൻ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്രീഷൻ നമ്മൾ കഴിക്കുന്ന ഫുഡ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻ പറയുന്നത്. പോഷകാഹാരം നമ്മൾ കഴിക്കുന്ന ഫുഡ് കഴിക്കുന്നു,
ഗ്രോത്തിനും മെറ്റബോളിസത്തിനും റിപ്പയറിങ്ങിനും വേണ്ടി. ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ദെൻ മാൽ ന്യൂട്രീഷൻ എന്താ? പോഷകക്കുറവ്. ഉണ്ടാകുന്ന അവസ്ഥ, അതിനെയാണ് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പല രീതിയിൽ എന്താണ് മാൽന്യൂട്രീഷൻസ് വരാം അല്ലെ. ഹെൽത്ത് അസുഖങ്ങളുള്ളവർക്ക് എന്താണ് പോഷകാഹാരക്കുറവ് വരാം. അതേപോലെ കറക്റ്റ് അളവിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ, കറക്റ്റ് എന്താണ് ക്വാളിറ്റി ഫുഡ് കഴിച്ചില്ലെങ്കിൽ എല്ലാം മാൽന്യൂട്രീഷൻസ് വരാവുന്നതാണ്. ദെൻ ബാലൻസ്ഡ് ഡയറ്റ്, അതേപോലെ തന്നെ ഈ പോഷകാഹാരക്കുറവ് ഒരു വ്യക്തിയെ ഫിസിക്കലായിട്ടും മെന്റലിയും അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഫിസിക്കലി ആണെങ്കിൽ എന്താണ് തളർച്ച അനുഭവപ്പെടാം അല്ലെ, അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇനി മെന്റലി ആണെങ്കിൽ ഇറിറ്റേഷൻസ്, ആംഗ്രി, ദേഷ്യം വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇനാക്റ്റീവ് ആയിട്ടിരിക്കുക, കാര്യങ്ങൾ മറന്നു പോകുക, ഇതെല്ലാം മെന്റലി അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ ബാലൻസ്ഡ് ഡയറ്റ് എന്തായിരുന്നു? എല്ലാ പോഷകങ്ങളും അടങ്ങിയ ശരിയായ അളവിലുള്ള ഫുഡിനെ ഫാക്ടേഴ്സും അടങ്ങിയിട്ടുള്ള കറക്റ്റ് ക്വാളിറ്റി ഫുഡിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ അതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ MCQ ഞാൻ അയച്ചേക്കാം കേട്ടോ. മിസ്സേ ഒരു കാര്യം ചോദിച്ചോട്ടെ മിസ്സേ. മിസ്സേ, എന്റെ അസൈൻമെന്റിന്റെ മാർക്ക് ഇതുവരെ വന്നില്ലായിരുന്നേ. ഞാൻ സെപ്റ്റംബർ 17 സബ്മിറ്റ് ചെയ്താ. അപ്പം കുറെ പേർക്കൊക്കെ വന്നോന്നൊന്ന് അറിയാൻ പറ്റുമോ മിസ്സേ? അവിടെ ഒരു 3 weeks കഴിയുമ്പോഴാണ് 3 weeks. ഇപ്പൊ 3 weeks ആയിട്ടില്ലല്ലോ. ആയോ? 17 ആയിട്ടില്ല. മിസ്സേ, എന്റെ പേര് മായാമോൾ CV എന്നാ. ഞാൻ ഇതുവരെയുള്ള എല്ലാ അസൈൻമെന്റും സബ്മിറ്റ് ചെയ്തതാണ്. ഇനി വന്നില്ലെങ്കിൽ എന്നോടൊന്ന് ഞാൻ സിൻഡാൽ സാറിനെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. എനിക്ക് കുറച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാൻ വേണ്ടി. അപ്പൊ ഞാൻ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താണോ എന്ന് സാറ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറ് ഞാൻ 17-ാം തീയതി ചെയ്താന്ന് പറഞ്ഞു. അപ്പൊ മാർക്കൊക്കെ മിസ് ക്ലാസ്സിൽ പറയുമെന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ വെച്ച അസൈൻമെന്റ് ഒന്നും നോക്കിയിട്ടില്ല? ഓരോ അസൈൻമെന്റ് 10 points വന്നിട്ടുണ്ട്, ആദ്യത്തെ മാത്രം. പിന്നെ അസൈൻമെന്റ് ഇപ്പൊ സെക്കൻഡ് അല്ലേ ഇത് മിസ് പറഞ്ഞേ, അതിന്റെ വന്നിട്ടില്ല. മിസ് ഇൻ കേസ് വന്നില്ലെങ്കിൽ എന്നെ ഒന്ന് പറയണേ മിസ്സേ. ഞാൻ എങ്ങനെ വാട്സപ്പിൽ എങ്ങനെയെങ്കിലും അയച്ചു തരാം. പറയാട്ടോ. ഓക്കെ മിസ്സേ. ബൈ. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ മാം, താങ്ക് യു. Okay, ma'am. Thank you, miss. Thank you, ma'am.